ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദ് റസൂലുള്ളാഹി സാദിഖുൽ വഅദുൽ അമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഹ്ലിക വൽ ഹാതിമി ലിമാ സബഖ നാസിറുൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്താരിൽ അദീം. പാറപ്പള്ളി ചരിത്രം. കൊയിലാണ്ടിയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരെ മാറി കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന കൊല്ലം പന്തലായനി കടപ്പുറം. അവിടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ കുന്നിൻ പ്രദേശത്ത് ചരിത്രമുറങ്ങുന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രം. പാറപ്പള്ളി മക്കാം വിശ്വാസങ്ങളും ചരിത്രവും കെട്ടിപിണഞ്ഞു കിടക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് വിശ്വാസികളുടെ ഒഴുക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സത്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഇവിടം. ഇവിടുത്തെ ആദം നബി അലൈഹിസ്സലാം കാലടയാളം, ഔലിയ കിണർ, മാലിക് ദീനാറും കൂട്ടരും റളിയല്ലാഹു അൻഹും വിശ്രമിച്ച സ്ഥലം, ബദരീങ്ങളുടെ മക്ബറ, ഔലിയ വള്ളം തുടങ്ങിയവ എന്നും വിശ്വാസികളെ പാറപ്പള്ളിയിലേക്ക് ചേർത്ത് നിർത്തുന്നു. ഹിജ്റ 21 അറബിയയിൽ നിന്നും കേരളത്തിലെത്തിയ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഈ പള്ളി പണിയിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിസ്തീർണമുള്ള പള്ളിപ്പറമ്പിൽ പരന്നു കിടക്കുന്നത് മഹത്തുക്കളുടെ കബറിടങ്ങളാണ്. അതിലൊന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങളുടേതാണ്. കടലിനോട് ചേർന്നുള്ള പാറയിടുക്കിൽ നിന്നും ഊറിവരുന്ന ജലമാണ് ഔലിയ വെള്ളം എന്നറിയപ്പെടുന്നത്. ഒട്ടും ഉപ്പുരസമില്ലാത്ത ഈ തണുത്ത ജലം വിശ്വാസികളുടെ ഇടയിൽ രോഗശാന്തിയുടെ പ്രതീകമായി അറിയപ്പെടുന്നു. പള്ളിയിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും പള്ളിപ്പറമ്പിലും കബറിടങ്ങളിലുമൊക്കെ എല്ലാവരും പോകാറുണ്ട്. 14ഓളം സഹാബത്തും കൂടാതെ താവീങ്ങളിൽപ്പെട്ട മഹാന്മാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. പ്രധാന മഖാമിലുള്ള സയ്യിദുനാ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ മഹാനായിരുന്നു. മാനവർ നേതൃത്വം കൊടുക്കാറുള്ള മജ്ലിസിന്റെ ഒരു ഭാഗം ഇപ്പോഴും കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശപ്രകാരം ദീനീ പ്രബോധനത്തിന് വേണ്ടിയാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ കുറച്ചോളം സഹാബത്ത് കേരളത്തിലേക്ക് വരുന്നത്. ആ സമയത്താണ് ചേരമാൻ പെരുമാൾ എന്ന് ഷെയ്ഖ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു മാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഈ സംഘത്തോടൊപ്പം മഹാനായ ഷെയ്ഖ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളും കൂടെ ഉണ്ടായിരുന്നു. വരുന്ന വഴിയിൽ സലാലയിൽ വെച്ച് മഹാനവറുകൾ വഫാത്തായി. അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് മാലിക് ദീനാറും റളിയല്ലാഹു അൻഹു കൂട്ടരും കേരളത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പാറപ്പള്ളിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഹിദർ പൗദി എന്ന് പറയുന്നത്. സയ്യിദുന നബിയുല്ലാഹി ഹിദർ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഈ പള്ളിയിലുണ്ട്. ഇത് തുറക്കാറില്ല. ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ പല മഹാന്മാരും വരാറുണ്ട്. കൂടാതെ 8ഓളം പള്ളികളിൽ അതിന് ചുറ്റും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ശത്രുക്കൾ സ്ഥലം കയ്യേറാൻ വരുമെന്ന് മഹാനായ സയ്യിദുനാ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് ജിന്നുകളെ ഹാജരാക്കുകയും ആ രാത്രിയിൽ തന്നെ ജിന്നുകളോട് മഹാനവറുകൾ ആ കാണുന്ന സ്ഥലത്ത് മുഴുവൻ കബർ കുഴിക്കുവാൻ പറഞ്ഞെന്ന് ചരിത്രത്താളുകളിൽ കാണാം. അങ്ങനെ ആ രാത്രിയിൽ 1,00,000 കബറുകൾ കുഴിച്ചെന്ന് പറയപ്പെടുന്നു. പാറപ്പള്ളി മക്കാമും ചുറ്റും 46ഓളം ഏക്കറിൽ പരന്നു കിടക്കുകയാണ്. പിന്നീട് ആ സ്ഥലം കൈയടക്കാൻ വന്നവർ ആ കബറുകൾ കാണുകയും തിരിച്ചു പോവുകയും ചെയ്തു. ഇന്നും ആ കബറുകൾ ഇവിടെ കുഴിക്കാറില്ലെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കാരണം കല്ലുകൾ നീക്കി അത്ഭുതകരമായ ആകൃതിയിൽ കുഴിച്ചത് കാണാം. സുബ്ഹാനല്ലാഹ്, ജിന്നുകൾ അന്ന് കുഴിച്ചു വെച്ച കബറുകളാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് കാണുന്ന ഈ ഏക്കർ കണക്കിന് സ്ഥലം നമ്പൂതിരിമാരതായിരുന്നു. ആ കുടുംബത്തിൽ പാമ്പ് കടിയേറ്റ് മരണത്തിന്റെ വക്കിലെത്തിയ അവരിലുള്ള ആരെയോ സയ്യിദുനാ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും വന്നവരുടെയും കറാമത്തിലൂടെ അത് മാറ്റിക്കൊടുത്തതിന് സമ്മാനമായി അവർ നൽകിയ ഏക്കർ കണക്കിന് സ്ഥലത്താണ് മക്ബറകളും ലക്ഷക്കണക്കിന് കബറുകളും സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു ആത്മീയാനുഭൂതിയാണ് ഇവിടെ. ശാന്തമായ അന്തരീക്ഷം, എണ്ണിയാൽ തീരാത്ത സഹാബത്തും ഔലിയാക്കളും ആരിഫ്യങ്ങളുടെ പുണ്യമാക്കപ്പെട്ട മണ്ണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ മഹാന്മാരെ സിയാറത്ത് ചെയ്താൽ വളരെ നല്ലതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.